ഹലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വേഗം നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയി അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഓടാം. വാ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറവാണ്. അതിൽ ആവശ്യത്തിലുള്ള ചീസ്, എഗ്ഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്ലാൻ എന്ന് വെച്ചാൽ ശരിയായിട്ട് ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്ലാൻ. ഇൻസ്ബ്രൂക്കിലേക്ക് പോകും. രാവിലെ ചെറിയൊരു മഴയുണ്ട്, പക്ഷെ എങ്കിലും മഞ്ഞൊക്കെ ഇറങ്ങി താഴെ വന്നിപ്പോണ്ട്. രാവിലെ നിങ്ങളെയും കൂടെ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ ലേക്ക് വ്യൂവിൽ കഴിക്കാന്ന്. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഒടുക്കത്തെന്നില്ല പൊടിക്കുന്നു. ഇതാണ് അപ്പം നമ്മൾ നിന്ന സ്ഥലം. രക്ഷയില്ല. നമുക്ക് അത്യാവശ്യം ചെറിയ റേറ്റിനാണ് ഇത് കിട്ടിയത്. പക്ഷേ ഈ വ്യൂവും ഇതൊക്കെ നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെ ഉള്ളപ്പം പൈസ നല്ല വർക്കാണ്. ക്ലൗഡ്സ് ഒക്കെ താഴെ ഇറങ്ങി വന്നിങ്ങനെ നിരനിരയായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. മഴയുണ്ട്, മിക്കവാറും ഈ പോക്കറ്റിൽ വെള്ളം കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സുരക്ഷയില്ല. ഭയങ്കര വ്യൂ ആണ്. എന്നാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇപ്പം ഇതിൻ്റെ ഒരു ഐക്കോണിക് വ്യൂ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഓക്കെ, ബൈ. ഈ വ്യൂ നിങ്ങളൊന്ന് ഇവിടെ എൻജോയ് ചെയ്തു. പോരാത്തതിന് ചെറിയ ബ്ലോസം ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ. അവിടെ ട്രെയിൻ കാണാൻ ദൂരെ. അവിടെ ആ ട്രെയിനിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ഇതാക്കുന്നത്. ട്രെയിൻ ഉണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ അവിടെ ട്രെയിൻ കാണാം. ആ ട്രെയിനിലാണ് നമ്മളിവിടെ വന്നിറങ്ങുന്നത്. ഓക്കെ ഗൈസ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 7 മണിയായി കഴിഞ്ഞാൽ എല്ലാ കടകളും അടയ്ക്കും. 7 മണിയിൽ 6:30. പിന്നെ ആഴ്ചയിൽ 3 ദിവസം എല്ലാം ക്ലോസ്ഡ് ആണ്. അങ്ങനത്തെ കുറച്ച് വരുമ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സെൽഫ് ചെക്കിങ്ങിൻ്റെ ഒരു കടയുണ്ട്, അതെല്ലാ ദിവസവും ആണെന്നാണ് എൻ്റെ ഒരു
വിശ്വാസം. അതെ, സെൽഫ് ചെക്കിംഗ് കട ഉണ്ട്, അപ്പോൾ അത് കാണുമായിരിക്കും. പക്ഷേ അതും 8 മണി വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അതും അടയ്ക്കും. അപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിൽ തന്നെ എല്ലാ കടയും ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. കുറേ കഫേസ് ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സുകളുണ്ട്, പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ചില ദിവസങ്ങൾ. അതൊക്കെ നോക്കിയിട്ടൊക്കെ ഇല്ല. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. മേളിൽ പോയി ഇവിടുത്തെ വ്യൂ ഒന്നും കൂടെ നമുക്ക് ഫൈനലായിട്ടൊന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ച് ബോട്ടിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഹാൾസ്റ്റാറ്റ് വിടുകയാണ്. ലാസ്റ്റ് ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് പോകാൻ. ഈ പോസ്റ്റ് കാർഡ് വ്യൂ മിസ് ചെയ്യാൻ പറ്റില്ല. എന്തേ പറയാനുണ്ടോ? അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി ഹാൾസ്റ്റാറ്റിന് ഇവിടെ പറയാം. അതെ, എല്ലാവരും ഇപ്പോൾ ഇറങ്ങട്ടെ. 16 രൂപയ്ക്ക് 2 സൈഡിൽ പോകാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇറങ്ങട്ടെ, എന്നിട്ട് വേണം നമുക്ക് കയറാൻ. സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. പിള്ളേരുടെയൊക്കെ ഒരു ടൈമല്ലേ. തിരിച്ചു നമ്മളെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, നമ്മുടെ അല്ല, എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഡെക്കറ വെക്കണം എന്നുള്ളത്. ഓക്കേ, നമ്മളങ്ങനെ ഇത് വേറെ ഏതൊരു സ്റ്റേഷനാണ്, എന്തായാലും ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് ഇൻസ്ബ്രുക്കിലേക്ക് പോകാൻ പറ്റില്ല. ആദ്യം പറഞ്ഞത് സാൽസ്ബുർഗിൽ നിന്ന് പോകണമെന്നാണ് കാണിച്ചത്, പക്ഷേ അത് ജെറ്റാണ്. ആ ജെറ്റിൽ നമുക്ക് കയറാൻ എക്സ്ട്രാ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും, ക്യാഷ്. അപ്പം ഇനിയുള്ളത് ഡയറക്റ്റ് ഇൻസ്ബ്രുക്കിലേക്കുള്ള ട്രെയിനിലേക്ക് നമ്മുടെ DB ടിക്കറ്റ് വെച്ചിട്ട് കയറാൻ പറ്റുമെന്ന് അക്മൽ ഇൻഫോർമേഷൻ സെൻറ്ററിൽ പോയി ചോദിക്കാൻ പോയിരിക്കുകയാണ്. നോക്കാം എന്താക്കും. അക്മൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലോക്കൽ ട്രെയിൻ പിടിക്കുകയാണെങ്കിൽ സാൽസ്ബുർഗിൽ നിന്ന് ഇൻസ്ബ്രുക്കിലേക്ക് ലോക്കൽ ട്രെയിൻ ഇല്ല, ഫുള്ള് ഫാസ്റ്റ് ട്രെയിനേ ഉള്ളൂ. ഏകദേശം ഇവിടുന്ന് അവിടം വരെ പോകാൻ 150 euro ആണ് അവർ പറഞ്ഞത്. ഇല്ല, മറ്റേ ലോക്കൽ ട്രെയിൻ ഉണ്ട്, പക്ഷേ അത് പോയി എത്തുമ്പോഴേക്കും നാളെ ആവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്താണെന്ന് കോമഡി എന്ന് വെച്ചാൽ എല്ലാത്തിനും ടിക്കറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 150 euro 2 പേർക്കും കൂടി കാണിക്കുന്നുണ്ട്. നമ്മളെ കയ്യിലാണെങ്കിൽ ഇനി അത്രയും ഉണ്ടാവില്ല. ഇനി നമ്മൾ വല്ല ഹിച്ചേക്ക് ചെയ്തിട്ട് പോകേണ്ടി വരുമെന്നാണ് നമ്മൾ രണ്ടുപേരെയും പ്ലാൻ. അറിയില്ല, അവൻ പറഞ്ഞ് ഓൺലൈനിൽ ചിലപ്പം ടിക്കറ്റ് കുറവ് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവൻ പറഞ്ഞ്. അക്കുമലി ചിലപ്പോൾ ഇന്ന് 2 ദിവസം കൂടി നടന്നിട്ട് അവിടെ എത്തുമെന്നാണ് പറയുന്നത്. ഞാൻ മിക്കവാറും ഈ സ്റ്റേഷനിൽ കാണും. തിരിച്ച് നടന്ന് ഈ വഴി വരികയാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാം.
ഒരു കോമഡി സംഭവം നടന്നു ഇപ്പം. എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഹൈവേന്ന് ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ എത്തി. അപ്പം കൈ കാണിച്ചിട്ട് ഒരു രണ്ട് ചെക്കന്മാർ നമുക്ക് നിർത്തി തന്നിട്ട് ചാടി കയറിക്കോന്ന് പറഞ്ഞ് നമ്മളെ കയറ്റി. അപ്പം തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ ആദ്യത്തെ വണ്ടിക്കാർ എവിടെയാണോ നിർത്തി തന്നത് അവിടെ തന്നെ ഇറക്കിയിട്ട് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞ് അത് എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യം. പക്ഷെ എനിക്കൊന്നും ഇവന്മാർക്കത് മനസ്സിലായില്ലാന്ന്. ഇവിടെ വന്നിട്ട് അതല്ല, നമുക്ക് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു തരാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് എക്സ്പെൻസീവ് ആണ്. നമ്മളോട് കുറേ തവണ അവരോട് പറയുന്നുണ്ടായിരുന്നു എക്സ്പെൻസീവ് ആണ്. എന്നിട്ട് അവസാനം നമുക്ക് സാൾസ്ബർഗിലേക്കുള്ള ടിക്കറ്റ് എടുത്തും തന്നെ. ഇതൊരു അവസാനമൊക്കെ എത്തിയപ്പോഴേക്ക് രണ്ടുപേരും അഭിമാന പ്രശ്നം പോലെ ആക്കി ഇത് രണ്ടും. അങ്ങനെ നമുക്കിപ്പോൾ സാൾസ്ബർഗിലേക്കുള്ള ടിക്കറ്റ് എടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് സാൾസ്ബർഗിലേക്ക് പോവാം. അങ്ങനെ വീണ്ടും വന്നിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്, സാൽസ്ബർഗിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകാനാണ് പ്ലാൻ. അതെ, ഇതൊന്നും ഇല്ലാണ്ടാണോ നിങ്ങൾ തണ്ടായിറങ്ങിയെന്ന് ചോദിക്കുന്നവരോട്? അതെ, പൈസ ഇല്ലാതെ നമ്മൾ പൈസ ഫുള്ള് തികഞ്ഞിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ബസ് തപ്പിപ്പോണേ. അങ്ങനെ നമ്മൾ വീണ്ടും സാൽസ്ബർഗിൽ നിന്ന് ഇൻസ്ബ്രുക്കിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് മാറിപ്പോയി നിന്നത്. പക്ഷെ സീനില്ല, കാരണം ഈ എപ്പോഴൊന്നും ബസ്സില്ല. അതെ, പിന്നെ ഒരു സീൻ നമ്മളവിടെ എത്തുന്നത് 7:37 കഴിഞ്ഞിട്ടൊക്കെയാണ്. അതെ, നമ്മൾ 7:30 പക്ഷെ നമ്മൾ ഇൻസ്ബ്രുക്കിൽ 2 ദിവസം ഉള്ളതുകൊണ്ട് ലേറ്റ് ആയാലും സീനില്ല. പക്ഷെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ മേടിച്ച് ഒരു ഫുഡുണ്ട്, പക്ഷെ നമ്മൾ ഡിന്നറിനോ അങ്ങനെ ആയിട്ടൊന്നും കട നോ ചാൻസ്. എനിക്ക് ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം അടയ്ക്കും. നമുക്ക് എന്തെങ്കിലും വാങ്ങി വെക്കുന്നതായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നോക്കാം. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു, പക്ഷേ മിക്കവാറും അത് പോരാതെ വരും. ഇത് ഇവിടുന്ന് വാങ്ങിച്ചാണ്. ഇത് ടർക്കിയാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇപ്പം വിശപ്പൊക്കെ മാറ്റാൻ അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. അവസാനം നമ്മൾ ടിക്കറ്റ് എടുത്ത് അന്തസ്സോടെ ട്രാവൽ ചെയ്യാമെന്ന് കരുതി അറ്റ് ലാസ്റ്റ്. പക്ഷെ എന്നാലും ഇവിടെ നോർമൽ ഇവിടുന്ന് ഇൻസ്ബ്രുക്ക്, സാൽസ്ബർഗിൽ നിന്ന് ഇൻസ്ബ്രുക്ക് വരെയുള്ള ടിക്കറ്റിന് ഏകദേശം 102 യൂറോ ആണ്. അതെ, 2 പേര് കേട്ടോ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത്, അതായത് ഇവരുടെ തന്നെ സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ടിക്കറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചില സമയത്ത് ഓഫർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഓഫറിൽ നമ്മൾ 59 യൂറോയ്ക്കാണ് 2 ടിക്കറ്റ് എടുത്തത്. പക്ഷേ ആ ടിക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, സാധാരണ ഈ നോർമൽ ടിക്കറ്റിൽ നമുക്ക് ആ ഡയറക്ഷനിൽ ഏത് വണ്ടിയിലും കയറി പോകാം. പക്ഷേ ഈ ടിക്കറ്റിൽ വെച്ച് നമുക്ക് ആ പർട്ടിക്കുലർ ട്രെയിനിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ സാൽസ്ബർഗിൽ വന്നിട്ട് ഇൻസ്ബ്രുക്കിലേക്ക് വരാമെന്നുള്ള പ്ലാൻ ആണെങ്കിൽ ഈ ടിക്കറ്റ് എടുക്കണം, അല്ലാതെ ബസ് പോകാമെന്ന് ആരും പ്ലാൻ ചെയ്തിട്ട് വരരുത് നമ്മളെ പോലെ. അതെ, നമ്മൾ ഇൻസ്ബ്രുക്കിലേക്ക് ബസ്സില്ല. അതെ, ബസ്സില്ല. അപ്പം ഇൻസ്ബ്രുക്കിൽ പോകുന്ന ആൾക്കാർ എവിടെയാണോ അവിടുന്ന് മാക്സിമം ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ നോക്കുക. പിന്നെ ഓൺലൈനിൽ മാക്സിമം ടിക്കറ്റ് എടുക്കാൻ നോക്കുക. ഇവിടെ അക്ബൽ പറഞ്ഞ മാതിരി ഓൺലൈനിലില്ലാതെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പം നമ്മുടെ ട്രെയിൻ വരുന്നത് ഇനി 5:56 വരുന്നത്. അതുവരെ നമുക്കിവിടെ വരെ വാഷ്റൂമിലും തിരിഞ്ഞ് കളിച്ച് വാഷ്റൂമിൽ പൈസ കൊടുക്കണം എന്നറിഞ്ഞൂടാ. അങ്ങനെ നമ്മളൊരു ക്യാപ്പിച്ചിനോ വാങ്ങിക്കാൻ തീരുമാനിച്ച്. ഇവിടെ ഭയങ്കര ലാഭമാണ്, 2 യൂറോ ഉള്ളൂ. എനിക്കാണെങ്കിൽ കറക്റ്റ് എന്താണെന്ന് എനിക്ക് ഈ ട്രിപ്പ് പോകുമ്പോൾ ഈ ഡേറ്റിന് അത് കറക്റ്റ് പീരീഡ്സ് ആവും. അപ്പോൾ ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ കരുതിയിട്ടാണ് ഇത് കുടിക്കാമെന്ന് കരുതിക്കാൻ നമ്മൾ എയർബിഎൻബിന്ന് ഓൾറെഡി ഒരു കാപ്പി കുടിച്ച്. പക്ഷെ കുറച്ച് നേരമായി, ഇപ്പോൾ വൈകുന്നേരമായില്ലേ, ഇതിന് വയറുവേദന എടുക്കുന്നു ചെറുതായിട്ട്. അപ്പം ചിക്കാം. കുറേ നേരത്തെ ഇതിന് ശേഷം നമ്മൾ ഇൻസ്ബ്രുക്കിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം 60 യൂറോയ്ക്കാണ് നമുക്ക് സാൽസ്ബർഗിൽ ഇൻസ്ബ്രുക്കിലേക്ക് ടിക്കറ്റ് കിട്ടിയത്.
ശരിക്കും അത് ഓൺലൈനിൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. നമ്മൾ നേരിട്ട് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് മേളിലാവും. അത് മാത്രമല്ല നമുക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് റേറ്റിന് കിട്ടിയത്. പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, പക്ഷേ എങ്കിലും നമ്മൾ എത്തി. ഇനിയിപ്പം നേരെ റൂം തപ്പി പിടിക്കുക, അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ സ്ഥലം കാണാൻ. നമ്മളൊരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തത്, അപ്പം അതിനി തപ്പി പിടിക്കും. രക്ഷയില്ല, ഫസ്റ്റ് ക്ലാസ് ഭയങ്കര രസമാണ് കാണാൻ, നല്ല ലെഗ് സ്പേസും ഇനി ട്രെയിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. സോ അങ്ങനെ നമ്മൾ ഇൻസ്ബ്രുക്കിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ മഴ പൊടിയാൻ തുടങ്ങുന്നുണ്ട്. അതെ, ഇൻസ്ബ്രുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ അടുത്താണ് പണ്ഡിതൻ പറഞ്ഞത് എന്നോട്. ഇൻസ്ബ്രുക്ക് മെയിനായിട്ട് ഒരു സ്കീ റിസോർട്ട് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം മെയിനായിട്ട് ആൾക്കാർ മഞ്ഞ് വീഴുന്ന സമയത്ത് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ബ്രുക്കിലേക്ക് കൂടുതലും ആൾക്കാർ വരുന്നത്. നമുക്ക് ആൽപ്സ് മൗണ്ടനൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാം. അതെ, പക്ഷേ ഇത് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. മൗണ്ടൻ്റെ നടുക്ക് ചുറ്റും മൗണ്ടനാണ് ഈ സിറ്റിക്ക്. എന്തായാലും നമുക്ക് നാളെ വൃത്തിക്ക് സ്ഥലം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻസ്ബ്രുക്ക് ഹോഫ്ബാനോഫിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ജർമ്മനിക്ക് തന്നെ പോകുന്നതായിരിക്കും. തിരിച്ച് ജർമ്മൻ നമ്മൾ ഏത് റൂട്ട് വഴിയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലാൻ ചിലപ്പോൾ മാറിയേക്കാം. ഐസ് അല്ല ട്രെയിൻ പോയി. അപ്പോൾ എന്നെ ട്രെയിൻ കൊണ്ടുപോയാൽ കണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എൻ്റെ സഞ്ചിയിൽ മൊത്തം ചിക്കൻ്റെതായി. വാ, ഇരുട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ നടക്കേണ്ടത്? ഇവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ നടത്തേ ഉള്ളൂ. അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. എന്നിട്ട് ഹോസ്റ്റലിൽ പോയപ്പോൾ നമുക്ക് ഫുഡ് ചിന്നാം. അതെ, ഫുഡ് കഴിക്കണം ഗൈസ്. ഒരു രക്ഷയില്ല, എന്തൊരു ഭയങ്കര ബ്യൂട്ടിയാണിത് സ്ഥലം കാണാൻ. ഗൈസ് ഇത് ഒരു രക്ഷയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ സിറ്റി കാണാൻ. ഇവിടെ ഡാൻസ് സ്റ്റുഡിയോ കണ്ട. ഓ ഇത് നോക്കടോ. ഒരു സ്ട്രീറ്റിലല്ല മിക്ക സ്ഥലത്തും ഫുൾ ഡാൻസ് പഠിപ്പിക്കുകയാണ്. നൈസ് സിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ. ഒരു സ്ട്രീറ്റിൻ്റെ കോർണറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കയറി നോക്കാം. 8 മണി കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ